പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധവും ധന്യമായ തിരുനാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ദൈവസന്നിധിയിലായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ക്രിസ്തുയേശുവിൽ വന്ദനം ചെയ്യുന്നു. അഭിഷേകത്തിന്റെ ദിനങ്ങൾ എന്ന ടൈറ്റിലിൽ കഴിഞ്ഞ ഒരു മാസമായി ദൈവത്തിന്റെ വചനത്തിൽ നിന്നും ആഴമേറിയ വെളിപ്പാടുകൾ, ദൈവവചന ചിന്തകൾ, ദൈവത്തിന്റെ അരുളപ്പാടുകളൊക്കെ നാം അനേക ദൈവദാസന്മാരോട് പ്രാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ഇന്ന് പകലും വളരെ പ്രാർത്ഥനയോടും വളരെ പ്രതീക്ഷയോടും കർത്താവ് എന്നോട് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവെ എന്നോട് ഇടപെടണമെന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ദൈവവചന ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അഭിഷേകത്തിന്റെ ദിനങ്ങൾ. അഭിഷേകം എന്ന വാക്ക് നമുക്കെല്ലാം സുപരിചിതമാണ്. അഭിഷേകം എന്ന വാക്ക് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ മറ്റൊരു വസ്തു അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരും. അതെന്താണെന്ന് ചോദിച്ചാൽ അത് തൈലമാണ്, അല്ലെങ്കിൽ എണ്ണയാണ്. പഴയ നിയമത്തിലുടനീളം പരിശോധിക്കുമ്പോൾ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയെടുത്ത വിശിഷ്ടമായ തൈലമാണ്. ആരെയാണ് അഭിഷേകം ചെയ്യുന്നത്? പ്രവാചകന്മാരെയും രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും മാത്രമല്ല, യഹോവയുടെ ആലയത്തിന്റെ ഉപകരണങ്ങളെയും ഈ അഭിഷേക തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. സോ അഭിഷേക തൈലം ഒരു വ്യക്തിയുടെ മേലോ അല്ലെങ്കിൽ ഒരു ഉപകരണത്തിലോ വന്നു കഴിഞ്ഞാൽ അത് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്: നീ ഇനി ലോകത്തിനുള്ളവനല്ല, നീ ഇനി മനുഷ്യനുള്ളവനല്ല, നീ ഇനി ദൈവത്തിനുള്ളവനാണ്. സോ അഭിഷേക തൈലം നമ്മുടെ മേൽ വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തി നമ്മിൽ പകരുന്നതിലൂടെ ദൈവം പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം ഇതാണ്: നീ എൻ്റെ വകയാണ്, നീ ദൈവത്തിന്റെ വകയാണ്. അഭിഷേക തൈലത്തിന്റെ നിർമ്മിതിയെപ്പറ്റി നമുക്ക് കാണാൻ കഴിയുന്നത് പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിലാണ്. അതിന് 22 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾക്കകത്ത് എങ്ങനെയാണ് അഭിഷേകം തൈലം ഉണ്ടാക്കേണ്ടത്, ഏതൊക്കെ വസ്തുക്കളാണ് അതിനകത്ത് ചേർക്കേണ്ടത്, ഏത് വിധിപ്രകാരം ഉണ്ടാക്കണമെന്ന് തുടങ്ങി എന്തിനൊക്കെ അഭിഷേകം ചെയ്യണമെന്നുള്ള കൃത്യമായ നിർദ്ദേശം ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കതിന്റെ ചില വാക്യങ്ങൾ വായിച്ചുകൊണ്ട് അതിൽ നിന്നൊരു ചിന്ത ഒരുമിച്ച് ധ്യാനിക്കാം. പുറപ്പാട് പുസ്തകം 30-ാം അധ്യായത്തിന്റെ 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചതെന്നാൽ, മേൽത്തരമായ സുഗന്ധവർഗമായി വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം 500 ശേക്കൽ അയഞ്ഞ മൂരും അതിൽ പാതി 250 ശേക്കൽ സുഗന്ധ ലവംഗവും 500 ശേക്കൽ വഴനത്തൊലിയും ഒരു ഹീൻ ഒലിവെണ്ണയും എടുത്ത് തൈലക്കാരന്റെ വിദ്യപ്രകാരം ചേർത്തുണ്ടാക്കിയ വിശുദ്ധമായ അഭിഷേക തൈലമാക്കണം. അത് വിശുദ്ധമായ അഭിഷേക തൈലമായിരിക്കണം. ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതിനകത്ത് മേൽത്തരമായ സുഗന്ധവർഗം ആഡ് ചെയ്യുന്നുണ്ട്. ഫൈനസ്റ്റ് ഓഫ് ദ സ്പൈസസ് എന്നാണ് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. സോ ലോകത്തിൽ ഇന്നുവരെ കിട്ടാവുന്നതിൽ ഏറ്റവും മേൽത്തരമായ സുഗന്ധവർഗ്ഗങ്ങളാണ് ഈ തൈലത്തിന്റെ നിർമ്മിതിക്കായിട്ട് ഉണ്ടാക്കുന്നത്. സോ സ്വാഭാവികമായും ഏറ്റവും ഉയർന്ന ക്വാളിറ്റിയുള്ള വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ അത് എക്സ്പെൻസീവ് ആവും, അല്ലെങ്കിൽ വിലയുള്ളതാകും. അപ്പോൾ വിലയുള്ള വസ്തുക്കളാണ് ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത്. അടുത്തത്, ഈ തൈലം വിശുദ്ധമാകും. അത് എടുത്തു പറഞ്ഞിരിക്കുന്നത് അതിവിശുദ്ധമാകും. സോ അഭിഷേകത്തിന് ഉപയോഗിക്കുന്ന തൈലം വിശുദ്ധമായതാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ഇത് സുഗന്ധവർഗ്ഗ കൂട്ടുകൾ കൊണ്ടുണ്ടാക്കിയ തൈലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊരു സൗരഭ്യമുണ്ട്, ഇതിനൊരു സുഗന്ധമുണ്ട്. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചല്ലോ. എന്നാൽ അതിൽ നിന്നും ഒരു ഭാഗം അടർത്തിയെടുത്ത് അതിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ഒരു ചിന്തയാണ് ഇന്ന് പകൽ നിങ്ങളുമായി പങ്കുവെപ്പാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആലോചന. ഇതിന്റെ സൗരഭ്യവാസനയെ പറ്റി, അഭിഷേകത്തിന്റെ സൗരഭ്യവാസന എന്ന വിഷയമാണ് നിങ്ങളുമായി പങ്കുവെപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ അഭിഷേക തൈലം ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കി ഒരു വ്യക്തിയുടെ മേലോ ഒരു വസ്തുവിന്റെ മേലോ പകരപ്പെടുമ്പോൾ തന്നെ ആ വ്യക്തിയിലേക്ക് ഈ അഭിഷേക തൈലത്തിന്റെ ക്വാളിറ്റീസ് എല്ലാം പകരപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അഭിഷേക തൈലം ഒരുവന്റെ മേൽ വന്നു കഴിഞ്ഞാൽ അവൻ വിശുദ്ധനായി മാറും, അവൻ ദൈവത്തിന് വിലയുള്ളവനായി മാറും. ആയതുപോലെ തന്നെ അഭിഷേക തൈലം ഒരുവന്റെ മേൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒഴിക്കപ്പെട്ട് കഴിയുമ്പോൾ, ആ അഭിഷേക തൈലത്തിനകത്തെ സുഗന്ധം അവനിലൂടെ പുറത്തേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ അവനിലൂടെ പുറത്തു വരും. അപ്പോൾ അഭിഷേക തൈലം ഒരുവന്റെ മേൽ വീണാൽ അവന്റെ ജീവിതത്തിലുള്ള ദുർഗന്ധങ്ങൾ മാറി, അല്ലെങ്കിൽ പഴയ അനുഭവങ്ങൾ മാറി, ആ അഭിഷേക തൈലത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ സുഗന്ധവർഗ്ഗങ്ങളുടെ സൗരഭ്യം അവനിലൂടെ പുറത്തു വരാനിടയായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വെളിപ്പെട്ടിരിക്കുന്ന ക്വാളിറ്റീസ് എല്ലാം നമ്മിലൂടെ പുറത്തു വരണമെന്നാണ് ദൈവം നമ്മിലൂടെ ആഗ്രഹിക്കുന്നത്. നമ്മുടെ മേൽ പരിശുദ്ധാത്മാഭിഷേകം പകർന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ എല്ലാ കൃപകളും എല്ലാ ഫലങ്ങളും നമ്മിലൂടെ പുറത്തു വരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ്. സ്തോത്രം. നോക്കിയേ, അഭിഷേകത്തിന്റെ സൗരഭ്യവാസന എന്ന വിഷയം. മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ചിന്ത ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 6ഉം 7ഉം വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിക്കുന്നു. യേശു ബഥാന്യയിൽ കുഷ്ഠരോഗിയായിരുന്ന ശീമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വിലയേറിയ പരിമള തൈലം നിറഞ്ഞ ഒരു വെൺകൽ ഭരണി എടുത്തുകൊണ്ട് അവന്റെ അടുക്കൽ വന്നു. അവൻ പന്തിയിലിരിക്കുമ്പോൾ അത് അവന്റെ തലയിൽ ഒഴിച്ചു. ഇനി 12-ാം വാക്യം, അവൾ ഈ തൈലം എന്റെ ദേഹത്തിന്മേൽ ഒഴിച്ചത് എന്റെ ശവസംസ്കാരത്തിനായി ചെയ്തതാകും. യേശു കർത്താവ് ഒരിക്കൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ വന്ന് ഒരു വെൺകൽ ഭരണി നിറയെ വിലയേറിയ സ്വച്ഛജടമാംസി തൈലം യേശുവിന്റെ തലയിൽ ഒഴിച്ചതായിട്ടാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ഇതേ സന്ദർഭം പറയുമ്പോൾ അവിടെ യേശുവിന്റെ കാൽക്കൽ ഒഴിച്ചതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതെന്താണെന്ന് ഞാൻ പ്രകാരം വെളിപ്പെടുത്താം. സ്തോത്രം. നോക്കി, ഒരു കൂട്ടം ആളുകൾ ഇരിക്കുന്നതിന്റെ ഇടയിലേക്ക് ഒരു സ്ത്രീ വന്നിട്ട് യേശുവിന്റെ തലയിലേക്ക് മാത്രം തന്റെ സമ്പാദ്യത്തിൽ നിന്നെടുത്ത ആ പണം ഉപയോഗിച്ച് വാങ്ങിയ സ്വച്ഛജടമാംസി തൈലം ഒഴിക്കുകയാണ്. ഇത് കാണുമ്പോൾ അവിടെ കൂടിയിരുന്നവരൊക്കെ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ചിലർ പറയുന്നത് ഇത് പാഴ്ചെലവാണ്, ഇത് വെറും ചെലവാണ്, ഈ പണം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ദരിദ്രരെ സഹായിക്കാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ യേശു കർത്താവ് പറയുന്ന മറുപടി ഇതാണ്: ഇവൾ നല്ല കാര്യമാണ് ചെയ്തത്, എന്റെ ശവസംസ്കാരത്തിനായിട്ട് ഇവൾ ഇത് മുൻകൂട്ടി ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. യേശു കർത്താവ് പറഞ്ഞ കാര്യം വാസ്തവമാണത്, സത്യമാണ്. കർത്താവ് പറഞ്ഞതിനകത്ത് കാമ്പുണ്ട്, കഴമ്പുണ്ട്. എന്നാൽ യേശു കർത്താവ് പറയാത്ത ഒരു കാര്യം ദൈവാത്മാവ് വെളിപ്പെടുത്തി നിങ്ങളുമായിട്ട് പങ്കുവെപ്പാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അവിടെ കൂടിയിരുന്നവർക്ക് ആർക്കും വെളിപ്പെടുത്താത്ത, അല്ലെങ്കിൽ വെളിപ്പെടാത്ത ഒന്ന്, യേശു വെളിപ്പെടുത്താത്ത ഒന്ന് മറിയയ്ക്ക്, അല്ലെങ്കിൽ ആ സ്ത്രീക്ക് വെളിപ്പെട്ടതായിട്ട് കാണാനായിട്ട് കഴിയും. എന്താണ് വെളിപ്പാട്? അവൾക്ക് വെളിപ്പെട്ട് കിട്ടിയ സത്യം ഇതാണ്: ഈ ഇരിക്കുന്നവൻ മശിഹയാണ്, അല്ലെങ്കിൽ ഈ ഇരിക്കുന്നവൻ അഭിഷക്തനാണ്, ഈ ഇരിക്കുന്നവൻ ക്രിസ്തുവാണ്, ദൈവത്തിന്റെ അഭിഷേകമുള്ളവനാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുള്ള സത്യം അവൾക്ക് മാത്രമായിട്ട് വെളിപ്പെട്ടു. അതുകൊണ്ടാണ് അവൾ യേശുവിന്റെ തലയിലേക്ക് ആ അഭിഷേക തൈലം പൊട്ടിച്ചൊഴിക്കുന്നതായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ തലയിൽ ഒഴിച്ചതായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്? കാരണം മത്തായിയുടെ സുവിശേഷത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് യേശു കർത്താവ് രാജാവാണ്, അവൻ അഭിഷക്തനാണ്, അവൻ മശിഹയാണെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതിലൂടെ ഒരു ദൈവിക ചിന്ത, ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലേക്ക് പകരാനായിട്ട് ആഗ്രഹിക്കും. ഒത്തിരി പേരോടെ കൂടിയിരുന്നപ്പോൾ അവരാരും ചെയ്യാതിരുന്നൊരു പ്രവൃത്തി, അവർക്കാർക്കും വെളിപ്പെടാത്തൊരു പ്രവൃത്തി മറിയയ്ക്ക് വെളിപ്പെട്ടപ്പോൾ അവൾ അത് മടികൂടാതെ ചെയ്യാനായിട്ട് തയ്യാറായി. പ്രിയ ദൈവമക്കളെ, നമ്മുടെയും ജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവം ആഗ്രഹിക്കുന്ന
ആഗ്രഹിക്കുന്ന കാര്യം മറ്റുള്ളവർക്ക് വെളിപ്പെടാത്ത, മറ്റുള്ളവർക്ക് വെളിപ്പെട്ട് കിട്ടാത്ത പലതും ദൈവനാമത്തിന് വേണ്ടി വെളിപ്പെടുത്തി കൊടുക്കുക, അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന പ്രവർത്തികൾ, യേശുവിനെ ഉയർത്തുന്ന, അഭിഷക്തനായ ക്രിസ്തുവിനെ ഉയർത്തുന്ന പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടണമെന്ന് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല, മറ്റുള്ളവർ എങ്ങനെ കണക്കാക്കുന്നു, മറ്റുള്ളവർ അതിനെ എങ്ങനെ വിലക്കെടുക്കുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം പകർന്നിരിക്കുന്നത്, നമ്മുടെ മേൽ ദൈവത്തിന്റെ കൃപ പകർന്നിരിക്കുന്നത് യേശുവിന്റെ നാമത്തെ ഉയർത്താൻ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, വരുവിൻ നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക. നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുന്ന ഏത് സാഹചര്യത്തിലും നാം യേശുവിനെ ഉയർത്തുന്നവരാകണം. നമ്മൾ പകർന്ന അഭിഷേകത്തിന്റെ ശക്തിയിലൂടെ ക്രിസ്തുവിനെ സാക്ഷീകരിക്കുന്നവരാണ്, ക്രിസ്തുവിനെ ഉയർത്തുന്നവരായി തീരണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിലൂടെ ആവശ്യപ്പെടുന്നത്. സ്തോത്രം. ഓക്കെ, വിലയേറിയ സുഗന്ധപൂരിതമായ ഒരു തൈലമാണ് ഈ സഹോദരി യേശുവിന്റെ തലയിലേക്ക് പൊട്ടിച്ചൊഴിച്ചത്. അപ്പോൾ സ്വാഭാവികമാകും തലയിലേക്ക് ഒഴിക്കുമ്പോൾ അത് താടിയിലേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട്. താടിയിലേക്ക് ഒഴുകുമ്പോൾ അത് സ്വാഭാവികം വസ്ത്രത്തിലേക്കും അതിന്റെ വിളമ്പിലേക്കും ഒക്കെ ഒഴുകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അഹരോന്റെ തലയിൽ ഒഴിച്ച അഭിഷേക തൈലം അവന്റെ താടിയിലൂടെ വസ്ത്രത്തിന്റെ വിളമ്പിലേക്ക്, നീണ്ടുകിടക്കുന്ന താടിയുടെ വിളമ്പിലേക്ക് ഒഴുകിച്ചേരുന്നു എന്ന് പറയുന്നത് പോലെ യേശുവിന്റെ തലയിൽ ഒഴിച്ച ആ പരിമള തൈലം അവന്റെ താടിയിലൂടെ അവന്റെ വസ്ത്രത്തിലേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തലയിൽ ഒഴിച്ച അഭിഷേക തൈലം യേശുവിന്റെ ശരീരത്തിലേക്കും വസ്ത്രത്തിലേക്കും ഒഴുകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ആ ഭാഗത്തേക്ക് നമുക്ക് വരാം. ഓക്കെ, ഞാൻ തുമ്പേ ആദ്യമായി തിരുവചനത്തിലൂടെ പറഞ്ഞതുപോലെ ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുമ്പോഴാണ് അഭിഷേക തൈലം അവന്റെ തലയിലേക്ക് ഒഴിക്കപ്പെടുന്നത്. ഇവിടെ ഈ സഹോദരി യേശുവിന്റെ തലയിലേക്ക് ഈ അഭിഷേക തൈലം ഒഴിക്കുമ്പോൾ അവൾ വിളിച്ചു പറഞ്ഞൊരു സത്യമുണ്ട്, ഇവനൊരു രാജാവാണ്. ഇനി ഈ യേശു കർത്താവ് ഈ തലയിലേക്ക് പരിമള തൈലം ഒഴിക്കപ്പെട്ടവനായി തീർന്ന ശേഷം അടുത്ത ദിവസം എവിടേക്കാണ് കടന്നു പോകുന്നത് അറിയാമോ? യേശു കർത്താവ് കടന്നു പോകുന്നത് യെരുശലേമിന്റെ തെരുവീതിയിലേക്കാണ്. എങ്ങനെയാണ് അവൻ കടന്നു പോകുന്നത്? അവൻ ഒരു കഴുതപ്പുറത്ത് കയറിയാണ് കടന്നു പോകുന്നത്. ആ ഭാഗം അവിടെ നിൽക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിലെ മറ്റൊരു ഭാഗം ചിന്തിച്ചിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് കടന്നു വരാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം 39-ാം വാക്യം അതിങ്ങനെയാണ് വായിക്കുന്നത്. അങ്ങനെ സാദോക് പുരോഹിതനും നാഥാൻ പ്രവാചകനും യഹോയാദയുടെ മകനായ ബെനയാവും ക്രേത്യരും പേത്യരും ചെന്ന് ദാവീദ് രാജാവിന്റെ കോവർ കഴുതപ്പുറത്ത് ശലോമോനെ കയറ്റി ഗീഹോനിലേക്ക് കൊണ്ടുപോയി. സാദോക് പുരോഹിതൻ തൃക്കൂടാരത്തിൽ നിന്ന് തൈലക്കൊമ്പ് കൊണ്ട് ചെന്ന് ശലോമോനെ അഭിഷേകം ചെയ്തു. അവർ കാഹളമൂതി ജനമൊക്കെയും ശലോമോൻ രാജാവേ ജയ ജയ എന്ന് ഘോഷിച്ചു പറഞ്ഞു. പിന്നെ ജനമൊക്കെയും അവന്റെ പിന്നാലെ ചെന്നു. ജനം കുഴലൂതി അവർ ഘോഷം കൊണ്ട് ഭൂമി കുലുങ്ങുമാറ് അത്യന്തം സന്തോഷിച്ചു. ഇത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇതിന് സമാനമായ ഒരു സംഭവമാണ് യേശു കർത്താവിന്റെ ആ കഴുതപ്പുറത്തുള്ള എഴുന്നള്ളത്തിലൂടെ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. ഒരു ചെറു കഴുതക്കുട്ടിയുടെ പുറത്ത് യെരുശലേമിന്റെ തെരുവീതിയിലൂടെ യേശു കടന്നു വരികയാണ്. അപ്പോൾ ജനക്കൂട്ടം അവിടെ കൂടെ നിന്നിട്ട് ആർത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഇസ്രായേലിന്റെ രാജാവായി കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഹോശന്ന ഹോശന്ന എന്ന് ആർത്തു പറയാനായിട്ട് ഇടവൻ. സ്തോത്രം. എങ്ങനെയാണ് ഇവർക്ക് മനസ്സിലായത് യേശു കർത്താവ് രാജാവാണെന്ന്? അത് മനസ്സിലാക്കണമെങ്കിൽ മറ്റൊരു ചരിത്രം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഈ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുമ്പോൾ അവരുടെ തലയിലേക്ക് അഭിഷേക തൈലം ഒഴിക്കുമ്പോൾ തന്നെ അവർ രാജാവായി മാറുന്നു. അതോടൊപ്പം ഇവരുടെ രാജവസ്ത്രം സുഗന്ധവർഗ്ഗങ്ങളാലുള്ള ഒരു ട്രീറ്റ്മെന്റിന് വിധേയപ്പെടുകയാണ്. സുഗന്ധവർഗ്ഗങ്ങൾ കൊണ്ട് ഈ വസ്ത്രങ്ങൾ സുഗന്ധപൂരിതമാക്കും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ രാജാക്കന്മാർ എവിടെയെങ്കിലും എഴുന്നള്ളി വരുമ്പോൾ അവരുടെ രാജകീയ എഴുന്നള്ളത്തിന്റെ സമയത്ത് ഈ വസ്ത്രത്തിൽ നിന്ന് പുറപ്പെടുന്ന സുഗന്ധത്തിന്റെ അല്ലെങ്കിൽ ആ സൗരഭ്യ വാസന തിരിച്ചറിയുന്ന ജനം മനസ്സിലാക്കണം രാജാവ് എഴുന്നള്ളുന്നുണ്ടെന്ന്. തിരുവചനത്തിനകത്ത് അതിന്റെ ഒരു തെളിവുണ്ട്. 45-ാം സങ്കീർത്തനം ഒരു വൈവാഹിക സങ്കീർത്തനമാണ്. അതിന്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് ഈ കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഞാനത് വായിക്കാം. നീ നീതിയെ ഇഷ്ടപ്പെട്ടു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാഥം നിന്നെ സന്തോഷിപ്പിക്കുന്നു. 8-ാം വാക്യത്തിന്റെ ആരംഭഭാഗം ഞാൻ ഒന്നുകൂടെ വായിക്കാം. നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവംഗവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. അപ്പോൾ വസ്ത്രം സുഗന്ധപൂരിതമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഈ വസ്ത്രത്തിൽ നിന്ന് ഉയരുന്ന സുഗന്ധത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ സൗരഭ്യവാസന മണക്കുന്ന ജനത്തിന് മനസ്സിലാകും രാജാവ് കടന്നു വരുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, യേശുവിന്റെ തലയിൽ ഒഴിക്കപ്പെട്ട ആ പരിമള തൈലം യേശുവിന്റെ വസ്ത്രത്തിലേക്ക് വന്നപ്പോൾ, യേശുവിന്റെ ശരീരത്തിലേക്ക് വന്നപ്പോൾ ആ വാസന അവിടെ തങ്ങി നിന്നു. അടുത്ത ദിവസം യെരുശലേമിന്റെ തെരുവീതിയിലൂടെ യേശു കർത്താവ് നടന്നു പോകുമ്പോൾ ജനത്തിന് മനസ്സിലായി ഇവൻ സാധാരണക്കാരനല്ല, ഇവൻ സാധാരണക്കാരൻ ഒരു റബ്ബിയല്ല, പ്രത്യുത ഇവൻ അഭിഷക്തനായ ക്രിസ്തുവാണ്, ഇവൻ രാജാതി രാജാവാണ്, യഹൂദന്മാർ കാത്തിരുന്ന രാജാവ് ഇവനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ യേശുവിന് മഹത്വം കൊടുക്കുന്നവരായി തീർന്നു. ഇന്ന് പകൽ ഇതിനകത്തോടെ ആത്മീയ ചിന്ത പരിശുദ്ധാത്മാവിന് നിങ്ങളുമായി കൈമാറാനുണ്ട്. സ്തോത്രം. നമ്മിലൂടെ ദൈവം പകർത്തിക്കുന്ന അഭിഷേകത്തിലൂടെ നാം ആരാണെന്നും നമ്മിൽ പകർത്തിക്കുന്ന അഭിഷേകത്തിന്റെ വാല്യൂ എന്താണെന്നും മഹത്വം എന്താണെന്നും മറ്റുള്ളവർ തിരിച്ചറിയാനിടയായി തീർന്നു. നമ്മിലൂടെ അനേകർ ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. ക്രിസ്തു രാജാതി രാജാവാണെന്നും കർത്താതി കർത്താവാണെന്നും തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങളിലൂടെ വെളിപ്പെടുന്ന ആ സൗരഭ്യ വാസനയിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ നമ്മുടെ മേൽ അഭിഷേകം എന്തിനാ പകർന്നത്? നാം ആരാണെന്ന് മറ്റുള്ളവർ തിരിച്ചറിയേണ്ടത്. നമ്മെ ആരാക്കിയാണ് അഭിഷേകത്തോടെ ദൈവം മാറ്റിയിരിക്കുന്നത്? പത്രോസിന്റെ ലേഖനത്തിൽ നമ്മെപ്പറ്റി പറയുകയാണ്, നിങ്ങൾ അന്ധകാരത്തിൽ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ വംശവും പുരോഹിത വർഗ്ഗവും. അപ്പോൾ നമ്മുടെ മേൽ അഭിഷേകം പകർന്നപ്പോൾ നാം രാജാവായി മാറി, നാം പുരോഹിതന്മാരായി മാറി. നമ്മുടെ പ്രവർത്തികളിലൂടെ നമ്മുടെ ഇടപാടുകളിലൂടെ നമ്മളിലുള്ള ആ കോളിങ്ങിനെ, ആ വിളിയെ മറ്റുള്ളവർ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. യേശു കർത്താവ് യെരുശലേമിന്റെ തെരുവിലൂടെ പോയപ്പോൾ യേശുവിന്റെ കോളിങ്ങിനെ അല്ലെങ്കിൽ യേശുവിന്റെ മഹത്വത്തെ ജനം തിരിച്ചറിഞ്ഞതുപോലെ നമ്മിലൂടെയും കർത്താവിനെ മറ്റുള്ളവർ തിരിച്ചറിയാനായിട്ട് ഇടയായിത്തീർന്നു. അവിടെ കൊണ്ട് അവസാനിച്ചോ? ഇല്ല. അടുത്ത ദിവസങ്ങളിൽ യേശു എവിടേക്കാണ് കടന്നു പോകുന്നത്? അടുത്ത ദിവസങ്ങളിൽ യേശു പെസഹ ആചരിക്കേണ്ടതിനായിട്ട് മാളികമുറിയിലേക്ക് കടന്നു പോകുകയാണ്. എന്താണ് മാളികമുറിയിലെ പ്രശ്നം? ശിഷ്യന്മാർ തമ്മിലുള്ള ചില കലഹങ്ങളും ചില വാദങ്ങളും തർക്കങ്ങളും ആ മുറിക്കകത്ത് ഇങ്ങനെ നിഴലിച്ച് നിൽക്കുകയാണ്. അതിന്റെ ദുർഗന്ധം ആ മുറിക്കകത്ത് നിഴലിച്ച് നിൽക്കുമ്പോൾ തന്നിൽ പകർന്ന അഭിഷേകത്തിന്റെ സൗരഭ്യവാസന കൊണ്ട് കേവലം ഒരു ദാസനായി ആ ശിഷ്യന്മാരുടെ കാല് കഴുകത്തക്കവണ്ണം അവൻ ഏറ്റവും താണ അനുഭവത്തിലേക്ക് മാറാൻ ക്രിസ്തുവിലെ സൗരഭ്യവാസനയ്ക്ക് കഴിഞ്ഞു പോയി ദൈവമക്കളെ. അങ്ങനെയെങ്കിൽ നമ്മുടെയും ജീവിതത്തിൽ ചില സാഹചര്യങ്ങൾക്കകത്തൊക്കെ അഭിഷേകത്തിന്റെ നിഴലിൽ നമ്മൾ ഉയരുക മാത്രമല്ല, ചില അവസ്ഥകൾ താഴെപ്പെടുവാനും നമ്മൾ തയ്യാറാകണം. അവിടെയും നമുക്ക് ക്രിസ്തുവിലൂടെ വെളിപ്പെട്ട ആ അഭിഷേകത്തിന്റെ സൗരഭ്യവാസന പരത്താനായിട്ട് കഴിയും. ഞാൻ ഉയർന്നിരിക്കത്തുള്ളൂ, ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഞാൻ ആരുടെ മുമ്പിൽ താണു കൊടുക്കത്തില്ല എന്ന് പറയുന്നതല്ല അഭിഷേകത്തിന്റെ ക്വാളിറ്റി. താഴേണ്ടടുത്ത് താഴുവാനും അവൻ വീഴേണ്ടടുത്ത് വീഴുവാനും അവൻ വിനയപ്പെടേണ്ടടുത്ത് വിനയപ്പെടുവാനും തയ്യാറാകുന്നത് കൂടെയാണ് അഭിഷേകത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ സൗരഭ്യ വാസന എന്ന് നമുക്ക് ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അടുത്ത കർത്താവ് എവിടേക്കാണ് പോയത്? അവിടെ നിന്ന് യേശു കർത്താവ് പോയത് ഗതസമനയിലേക്കാണ്. എന്താണ് ഗതസമനയുടെ പ്രത്യേകത?
ഗതസമനയിലാണ് യേശു ഏറ്റവും കൂടുതൽ ദുഃഖിതനായി തീർന്നത്, എല്ലാവരും കൈവിടപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നുപോയത്. തന്റെ ഹൃദയം പൊട്ടിയത് ഗതസമനയിലാണ്. പാപഭാരത്താൽ താൻ അപമാനിതനായി തീർന്നതും വേദനിക്കപ്പെട്ടതും ഒക്കെ ഗതസമനയിലാണ്. മാത്രമല്ല, തന്നോടുകൂടെ പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ച ശിഷ്യന്മാർ മാറിയിരുന്ന് ഉറങ്ങുന്നത് കണ്ടപ്പോൾ വേദനിക്കപ്പെട്ട ഒരു അനുഭവമാണ്. അപ്പോൾ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലാതെ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ഒരു അനുഭവം വെളിപ്പെട്ട സ്ഥലമാണ് ഗതസമന എന്ന് പറയുന്നത്. പക്ഷേ അവിടെയും ക്രിസ്തുവിലൂടെയുള്ള സൗരഭ്യവാസന ഉയർന്നു നിന്നതായിട്ട് തിരുവനന്തപുരത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും. അടുത്ത ഗതസമനയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, തന്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യഗണങ്ങളിൽ ഒരുവൻ തന്നെ ഒറ്റിക്കൊടുക്കുന്നത് അല്ലെങ്കിൽ ചുംബിക്കുന്നത് ഈ ഗതസമനയിലാണ്. അവിടെയും തന്നെ മേൽ പകർന്ന ആ പരിമള തൈലത്തിന്റെ അല്ലെങ്കിൽ അഭിഷേകത്തിന്റെ സൗരഭ്യവാസന ഉയർന്നു നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ ജീവിതത്തിൽ പ്രിയ ദൈവമക്കളെ, ഗതസമനയ്ക്ക് സമാനമായ അനുഭവം കടന്നു വരും. നമ്മൾ സ്നേഹിച്ചവർ, നമ്മൾ പ്രിയപ്പെട്ടവരെന്ന് കരുതിയവരൊക്കെ നമ്മളെ ഒറ്റിക്കൊടുക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. പക്ഷേ അതിന്റെ മധ്യത്തിൽ നമ്മളിൽ പകർന്ന അഭിഷേകത്തിന്റെ സൗരഭ്യവാസനെ ഉയർത്താൻ നാം തയ്യാറായാൽ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും. നോക്കിയേ, പ്രാർത്ഥിക്കാൻ വിളിച്ച ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ കടന്നു വരാതെ വണ്ണം അവർ മാറിയിരുന്ന് ഉറങ്ങുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായി. പക്ഷേ യേശു അവിടെയും സംയമനം കൈവിട്ടില്ല. അവിടെയും പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ തന്നെ ബലപ്പെടുത്തേണ്ടതിന് സ്വർഗ്ഗത്തിലെ ദൂതനെ ദൈവം അയപ്പാനിടയായിരുന്നു. പ്രിയ ദൈവമക്കളെ, ആരും പ്രാർത്ഥിപ്പാനില്ലാതെ ഒറ്റപ്പെടുന്ന അനുഭവങ്ങളുടെ നടുവിലാണോ നിങ്ങൾ കടന്നു പോകുന്നത്? നിങ്ങൾ നിരാശപ്പെടേണ്ട. നിങ്ങളിൽ പകർന്ന അഭിഷേകത്തിന്റെ സൗരഭ്യവാസനയിൽ നിങ്ങൾ നിലനിൽക്കാൻ തയ്യാറായി നിങ്ങളെ ശക്തിപ്പെടുത്തേണ്ടത്, നിങ്ങളെ ബലപ്പെടുത്തേണ്ടതിന്, നിങ്ങളെ താങ്ങേണ്ടതിന് ഉയരത്തിൽ നിന്ന് ദൂതനെ അയക്കാനും എന്റെ ദൈവം വിശ്വസ്തനായ ദൈവം. നിന്റെ മേൽ അഭിഷേകത്തിന്റെ തൈലം വീണിട്ടുണ്ടെങ്കിൽ, നിന്റെ മേൽ അഭിഷേകത്തിന്റെ പകർച്ച വീണിട്ടുണ്ടെങ്കിൽ, എല്ലാവരും ഒറ്റപ്പെടുന്ന മേഖലയിൽ, ആരുമില്ലാത്ത മേഖലയിലും നിന്നെ സഹായിക്കാൻ ദൈവം തന്റെ ദൂതനെ അയക്കും. കാരണം നീ ദൈവത്തിന് വിലയേറിയവനാണ്, നീ ദൈവത്തിന് മാന്യനായവനാണ്, നീ ദൈവത്തിന്റെ പ്രോപ്പർട്ടി ആകൊണ്ട് നിന്നെ സഹായിക്കാൻ അവൻ ദൂതനെ അയക്കാൻ വിശ്വസ്തനായ ദൈവമാണ്. സ്തോത്രം. അപ്പോൾ സ്വന്തം ശിഷ്യന്മാരാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട മേഖലയാണ്, സ്വന്തം ശിഷ്യന്മാരുടെ പ്രാർത്ഥനയുടെ സഹായം അറ്റുപോയ മേഖലയാണ് ഗതസമന എന്ന് പറയുന്നത്. യേശു കർത്താവിനെ അവിടെ നിന്ന് പിടിച്ചിട്ട് കൊണ്ടുപോകുന്നത് പീലാത്തോസിന്റെ കൽത്തളത്തിലാണ്, അല്ലെങ്കിൽ ഗബഥ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? യേശുവിനെ ഏറ്റവും കൂടുതൽ പരിഹസിച്ചത് ഈ ഗബഥയിലാണ്. യേശുവിനെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ഈ ഗബഥയിലാണ്. യേശുവിനെ വസ്ത്രാക്ഷേപം നടത്തിയത് ഈ ഗബഥയിലാണ്. യേശുവിന്റെ തലയിലേക്ക് മുൾക്കിരീടം വെച്ചു കൊടുത്തത് ഈ ഗബഥയിലാണ്. മാറി മാറി വിസ്തരിച്ചത് ഈ ഗബഥയിലാണ്. പ്രിയ ദൈവമക്കളെ, അവിടെയൊന്നും യേശു തിരിച്ചൊരു അക്ഷരം പോലും പറഞ്ഞില്ല. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആടുകളെ പോലെ അവൻ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ അവൻ മിണ്ടാതിരുന്നു എന്നാണ് യെശയ്യാപ്രവചനത്തിൽ നാം വായിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ അഭിഷേകത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മിണ്ടാതിരിക്കേണ്ടടുത്ത് മിണ്ടാതിരിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ മേൽ അഭിഷേകത്തിന്റെ ശക്തി ദൈവം പകർന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നാം പ്രതിവാദം പറയേണ്ടി വരുന്ന സ്ഥാനത്ത് പോലും മിണ്ടാതെ സംയമനത്തോടെ യേശുവിന്റെ ക്വാളിറ്റി റിഫ്ലക്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് നമ്മുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി ദൈവം പകർന്നിരിക്കുന്നത്. ചിലയിടത്തൊക്കെ നമ്മൾ മിണ്ടാതിരുന്നാൽ, ചിലയിടത്തൊക്കെ നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ, പ്രതികരിക്കേണ്ട എടുത്ത് ദൈവം പ്രതികരിക്കും. പക്ഷേ പ്രതികരിക്കാതെ ഇരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അഭിഷേകത്തിന്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം. നമ്മളിൽ നിന്നും ഈ അഭിഷേകത്തിന്റെ സൗരഭ്യവാസന പുറത്തു വരിക തന്നെ ചെയ്യണം. സ്തോത്രം. അപ്പോൾ നോക്കിയേ, ഗബഥ എന്ന് പറയുന്നത് നിന്ദയുടെയും പരിഹാസത്തിന്റെയും അപമാനത്തിന്റെയും പീഡനത്തിന്റെയും സ്ഥലമാണ്. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുമ്പോൾ നിങ്ങളും സമാനമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ഇന്ന് കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയാനുള്ള ദൈവിക ആലോചന, അതിനകത്ത് എൻഡ്യൂർ ചെയ്യാൻ, അതിനകത്ത് പിടിച്ചു നിൽക്കാൻ കൂടിയാണ് നിങ്ങളുടെ മേൽ അഭിഷേകം പകർന്നിരിക്കുന്നത്. യേശുവിന്റെ മേൽ പകർന്ന അതേ അഭിഷേകം തന്നെയാണ്, യേശുവിൽ പകർന്ന അതേ ആത്മാവ് തന്നെയാണ് നമ്മിലും പകരപ്പെട്ടിരിക്കുന്നത്. എന്തിന്? പീഡനത്തിന്റെയും പ്രതികൂലത്തിന്റെയും പ്രതിസന്ധിയുടെയും വേദനയുടെയും നിന്ദയുടെയും ഒക്കെ മധ്യത്തിൽ മിണ്ടാതെ നിൽക്കാൻ, അതിന് മുമ്പിൽ സ്തോത്ര ദൈവത്തിൽ ആശ്രയിച്ച് നിൽക്കാനാണ് നമ്മുടെ മേൽ അഭിഷേകം ദൈവം പകർന്നിരിക്കുന്നത്. സ്തോത്രം. അടുത്തതെന്ന് പറയുന്നത് ഗോൽഗോഥയാണ്. ക്രൂശീകരണം നടന്നത് ഗോൽഗോഥയിലാണ്. എന്നാണ് ഗോൽഗോഥയിൽ നടന്ന ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്, ഗോൽഗോഥയിലാണ് സ്വന്തം പുത്രൻ പിതാവിനാൽ കൈവിടപ്പെട്ടത്. അവിടെയാണ് പിതാവ് മകന്റെ നേരെ മുഖം തിരിച്ചു കളഞ്ഞത്. അവിടെയാണ് അന്ധകാരം വ്യാപിച്ചത്. അവിടെയാണ് താൻ ഒറ്റപ്പെട്ടത്. അവിടെയാണ് താൻ ഏറ്റവും കൂടുതൽ തകർക്കപ്പെട്ടത്. പക്ഷേ അതിൻ്റെ നടുവിലും യേശു ആ പാനപാത്രത്തെ ഏറ്റെടുത്തു. യേശു തൻ്റെ ജീവനെ പിതാവിൻ്റെ കരങ്ങളിൽ തന്നെ ഭദ്രമായിട്ട് ഏൽപ്പിച്ചത്. കൂടെ കിടക്കുന്ന കള്ളന്മാർ യേശുവിനെ പരിഹസിച്ചതും ഈ ഗോൽഗോഥയിൽ തന്നെയാണ്. അപ്പോൾ നോക്കി, ഏറ്റവും വലിയ കാഠിന്യമേറിയ അനുഭവമാണ് ഗോൽഗോഥയിൽ യേശു അനുഭവിച്ചത്. പ്രിയ ദൈവമക്കളെ, നമ്മളും ഇതുപോലെയുള്ള സമാനമായ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരും. ചിലപ്പോൾ ഇരുട്ടിൻ്റെ അനുഭവങ്ങളിലൂടെ, ഒരു വെളിച്ചവും കാണാതെ അന്ധകാരത്തിലൂടെ കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരും. അവിടെയും നമ്മെ നിലനിർത്തുന്ന, നമ്മിൽ പകർന്ന അഭിഷേകത്തിന്റെ സൗരഭ്യവാസനയാണ്, അഭിഷേകത്തിന്റെ ശക്തിയാണ്. ഏറ്റവും വലിയ പ്രതികൂലം എന്ന് പറയുന്നത് മരണത്തിന്റെ താഴ്വരയാണ്. മരണത്തിന്റെ താഴ്വരയിലും നമ്മെ പിടിച്ചു നിർത്തുന്നത്, ജയത്തോടെ നിർത്തുന്നത് അഭിഷേകത്തിന്റെ ശക്തിയാണ്, നമ്മിൽ പകർന്ന അഭിഷേകത്തിന്റെ സൗരഭ്യവാസനയാണ്. നോക്കിയേ, ക്രൂശിൽ കിടന്ന ഒരു കള്ളൻ അവനെ പരിഹസിക്കുകയാണ്. താഴെ നിന്നോട് പറയുകയാണ്, നീ രാജാവെങ്കിൽ ഇറങ്ങി വരിക. തന്നിൽ പകർന്ന അഭിഷേകത്തെ നിന്ദിക്കുന്നവരാണ് അവിടെ നിൽക്കുന്നവരിൽ പലരും. പ്രിയപ്പെട്ടവരെ, നമ്മിൽ പകർന്ന അഭിഷേകത്തെ നിന്ദിക്കുന്നവരും നമുക്ക് ചുറ്റുപാടുണ്ട്. പക്ഷേ നമ്മൾ അതിലേക്കൊന്നും ചെവി ചായ്ക്കേണ്ടതായിട്ടില്ല. നാം ആ സമയത്തും യേശു ചെയ്തതുപോലെ ഉറച്ച നിലവിളിയോടെ പിതാവിന്റെ സന്നിധിയിൽ കരയാൻ തയ്യാറായാൽ ഈ നിന്ദിച്ചവരുടെ മുമ്പിൽ, പരിഹസിച്ചവരുടെ മുമ്പിൽ നമ്മെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഫിലിപ്പിയ ലേഖനം പഠിക്കുമ്പോൾ 2-ാം അധ്യായത്തിൽ 7 വിധ താഴ്ചയിലൂടെ യേശു കർത്താവ് കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 7 വിധ താഴ്ച അനുഭവിച്ച യേശുവിനെ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ 7 വിധമായ ഉയർച്ചയിലേക്ക് സ്വർഗ്ഗത്തിലെ ദൈവം നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇന്ന് താഴ്ചയുടെ അനുഭവത്തോടെ കടന്നുപോയാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട, പ്രതികൂലത്തിന്റെ നടുവിൽ കൂടെ കടന്നുപോയാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. ഉറച്ച നിലവിളിയോടെ നിങ്ങളിൽ പകർന്ന അഭിഷേകത്തിന്റെ ശക്തിയിൽ നിങ്ങൾ നിലനിൽക്കാൻ തയ്യാറായാൽ നിങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന മരണസമാനമായ അനുഭവങ്ങൾക്കകത്ത് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട് എന്ന് രാവിലെ നിങ്ങളോട് പറയുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ ഹേമിക്കുന്നു. സ്തോത്രം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. നോക്കിയേ, ക്രൂശിൽ നടക്കുന്ന ഏറ്റവും ഒടുവിലത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, 2 കള്ളന്മാരുടെ നടുവിലാണ് യേശു കർത്താവ് ക്രൂശീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒരുവൻ പറയുകയാണ്, നീ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കണം. അപ്പോൾ അവൻ ആ അഭിഷേകത്തെ കാണുന്നത് പരിഹാസച്ചോവയോട് കൂടിയാണ്. എന്നാൽ മറുഭാഗത്തൊരു കള്ളനുണ്ട്. അവൻ പറയുന്ന ഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. അവൻ പറയുന്നത് ഇങ്ങനെയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. അവൻ യേശുവിൽ പകർന്ന അഭിഷേകത്തെ അംഗീകരിക്കാൻ ഇടയായിത്തീർന്നു. അവൻ ആ അഭിഷേകത്തിന്റെ മഹത്വത്തെ തിരിച്ചറിയാൻ ഇടയായിത്തീർന്നപ്പോൾ അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അവൻ പ്രാപിച്ചെടുക്കാൻ കഴിഞ്ഞു. എന്താണ് അവന്റെ ജീവിതത്തിൽ അവൻ പ്രാപിച്ച ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് ചോദിച്ചാൽ, അവന് നിത്യതയ്ക്ക് അവകാശിയായിത്തീർന്നു. അവൻ നിത്യജീവൻ പ്രാപിക്കാൻ ഇടയായിത്തീർന്നു. നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെ തലം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അഭിഷേകം നമ്മെ നിത്യതയിലേക്ക് നയിക്കുന്നതാണ്. നിത്യതയിൽ എത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം ദൈവം പകർന്നിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ക്രൂശിൽ കർത്താവ് കഷ്ടം അനുഭവിച്ചെങ്കിലും, വേദന അനുഭവിച്ചെങ്കിലും, അഭിഷേകത്തിന്റെ ആ സൗരഭ്യവാസനയ്ക്കകത്ത് അവൻ നിലനിന്നപ്പോൾ മറ്റുള്ളവരെ ആ സൗരഭ്യവാസന തിരിച്ചറിഞ്ഞ്, യേശുവിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് യേശുവിനെ അംഗീകരിക്കാൻ ഇടയായിത്തീർന്നു. അവൻ രക്ഷ പ്രാപിക്കാൻ ഇടയായിത്തീർന്നു. അപ്പോൾ ക്രൂശിലും
യേശുവിന്റെ സൗരഭ്യവാസന ഉയർന്നതായിട്ട് നമുക്ക് തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പകരപ്പെട്ടെങ്കിൽ നമ്മുടെയും ജീവിതത്തിന്റെ ഉയർച്ചകളിലും താഴ്ചകളിലും വേദനകളിലും കൈവിടപ്പെടലുകളിലും മരണത്തിന്റെ താഴ്വരയിലും ആ സൗരഭ്യവാസന ഉയർന്നു നിൽക്കണമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഉയർച്ചയിൽ മാത്രമല്ല നമ്മൾ പകർന്നിരിക്കുന്ന അഭിഷേകം ഉയർന്നു നിൽക്കേണ്ടത്, ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും ആ ക്രിസ്തുവിൽ വെളിപ്പെട്ട ആ സൗരഭ്യവാസന ഉയർന്നു നിൽക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആകുന്നു. അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങളെ കൊണ്ടുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി, ഞങ്ങൾ എവിടെയായിരുന്നാലും രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലായിക്കൊള്ളട്ടെ നശിക്കുന്നവരുടെ ഇടയിലായിക്കൊള്ളട്ടെ ഞങ്ങൾ ക്രിസ്തുവിന് അല്ലെങ്കിൽ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന ആകുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അതേ ആഗ്രഹം തന്നെയാണ് നമ്മെപ്പറ്റിയും ദൈവത്തിനുള്ളത്. ഏത് സാഹചര്യത്തിൽ ഏത് മനുഷ്യരുടെ മുമ്പിലും കൊള്ളാകുന്നവരാകട്ടെ, നമ്മളെ അനുകൂലിക്കുന്നവരാകട്ടെ, നമ്മളെ പ്രതികൂലിക്കുന്നവരാകട്ടെ, നമ്മളെ ഉപദ്രവിക്കുന്നവരാകട്ടെ, ഏത് സാഹചര്യത്തിലും അവരുടെ മുമ്പിൽ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന വെളിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു ചിന്തയിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിലെല്ലാം അഭിഷേകത്തിന്റെ സൗരഭ്യവാസനയുണ്ട്. പക്ഷേ ഈ സൗരഭ്യവാസന എങ്ങനെ നമുക്ക് നിലനിർത്താൻ കഴിയും, എങ്ങനെ ഈ സൗരഭ്യവാസനയിൽ സ്ഥായിയായി നിൽക്കാൻ കഴിയുമെന്നുള്ള ചിന്തയാണ് അടുത്ത് നാം ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അതിനാധാരമായി എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ. ഓരോ യുവതിക്ക് 12 മാസം സ്ത്രീജനത്തിന് വേണ്ടിയുള്ള നിയമപ്രകാരം ചെയ്തു കഴിഞ്ഞ ശേഷം 6 മാസം മൂർത്തൈലവും 6 മാസം സുഗന്ധവർഗവും സ്ത്രീകൾക്ക് ശുദ്ധീകരണത്തിന് വേണ്ടിയുള്ള മറ്റു വസ്തുക്കളും കൊണ്ട് അവരുടെ ശുദ്ധീകരണകാലം തികയും. ഓരോരുത്തിക്ക് അഹശ്വേരോശ് രാജാവിന്റെ സന്നിധിയിൽ ചെല്ലുവാൻ മുറ വരുമ്പോൾ ഓരോ യുവതി രാജസന്നിധിയിൽ ചെല്ലും. അന്തപുരത്തിൽ നിന്ന് രാജധാനിയോളം തന്നോടുകൂടെ കൊണ്ടുപോകേണ്ടതിന് അവൾ ചോദിക്കുന്ന സകലവും അവൾക്ക് കൊടുക്കും. അഹശ്വേരോശ് രാജാവിന്റെ പട്ടമഹിഷിയായി തീർന്ന എസ്തേറിനെ പറ്റിയാണ് നാം വായിച്ചത്. എസ്തേറിനെ പറ്റി കേൾക്കുമ്പോഴൊക്കെ നമുക്ക് സന്തോഷമാണ്. എസ്തേർ താണ നിലവാരത്തിൽ നിന്നും ഏറ്റവും ഉന്നതമായ നിലവാരത്തിലേക്ക് എത്തപ്പെട്ട ഒരു പെൺകുട്ടിയാണ്, ഒരു അനാഥ പെൺകുട്ടി. പിന്നീട് ഒരു രാജ്യത്തിന്റെ ഉടമയായി അല്ലെങ്കിൽ ഒരു രാജധാനിയുടെ ഉടമയായി മാറുന്ന ഒരു ഭാഗമാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഞാൻ തിരുവചനം പഠിക്കുമ്പോൾ ഒരു ദിവസം കൊണ്ടോ ഒരു നാഴിക കൊണ്ടോ ഒരു രാത്രി കൊണ്ടോ അല്ല എസ്തേർ രാജസന്നിധിയിൽ ചെല്ലുകയും രാജാവിന്റെ പട്ടമഹിഷിയായി തീരുകയും ചെയ്തത്. നീണ്ട ഒരു പ്രോസസ്സിനൊടുവിലാണ് ഈ എസ്തേർ രാജ്ഞിയായി മാറ്റപ്പെടുന്നത്, അല്ലെങ്കിൽ രാജാവിന്റെ പത്നിയായി മാറ്റപ്പെടുന്നത്. സ്തോത്രം. ആയതുപോലെ തന്നെ നമ്മുടെയും ജീവിതം ഒരു നീണ്ട പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് ആ മഹാരാജാവായ കർത്താവിന്റെ മുമ്പിൽ നമുക്ക് എത്തപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. അവൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അവൻ പ്രിയപ്പെടുന്ന തന്റെ മണവാട്ടിയായി തീരാനായിട്ട് നമുക്ക് കഴിയത്തുള്ളൂ. അപ്പോൾ എസ്തേർ രാജ്ഞി കടന്നുപോയ ഒരു പ്രോസസ്സുണ്ട്. ആ പ്രോസസ്സ് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവച്ച് അതിൽ നിന്ന് ചില ആത്മീയ ചിന്തകൾ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. സ്തോത്രം. എസ്തേർ എന്ന പെൺകുട്ടിയോടൊപ്പം മറ്റനേകം യുവതികളും അവിടെ വന്നിട്ടുണ്ട്. ഈ യുവതികളെല്ലാം രാജാവിന് മുമ്പിൽ എത്താൻ ആഗ്രഹത്തോടെ വന്നവരാണ്, രാജാവിന്റെ പട്ടമഹിഷിയാകാനായിട്ട് താല്പര്യത്തോടും തയ്യാറെടുപ്പോടും കൂടെ വന്നവരാണ്. പക്ഷേ അവരെല്ലാവരും ഏത് കുടുംബത്തിൽ നിന്ന് വന്നവരാകട്ടെ, ഏത് കുലത്തിൽ നിന്ന് വന്നവരാകട്ടെ, ഏത് ദേശത്ത് നിന്ന് വന്നവരാകട്ടെ കടന്നു പോകേണ്ടുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതാണ് നാം വായിച്ച ആ ഭാഗം. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന ഒരു പ്രോസസ്. എന്തൊക്കെയാണത്? ഒന്ന് 6 മാസം മൂർത്തൈലവും അടുത്ത 6 മാസം സുഗന്ധവർഗവുമായി സ്ത്രീകൾക്കുള്ള ഒരു ശുദ്ധീകരണത്തിന്റെ പ്രോസസ്സിലൂടെ ഈ പ്രിയപ്പെട്ടവരെ കടന്നു പോകണം. അപ്പോൾ 2 ടേമിലായിട്ട് അല്ലെങ്കിൽ 2 സീസണിലായിട്ട് 2 വിധത്തിലുള്ള ട്രീറ്റ്മെന്റിലൂടെ ഈ യുവതികൾ കടന്നുപോയെങ്കിൽ മാത്രമേ അവർക്ക് രാജാവിന്റെ മുമ്പിൽ എത്താനും അല്ലെങ്കിൽ രാജാവിന്റെ പ്രീതി വാത്സല്യങ്ങൾ നേടിയെടുക്കാനായിട്ടും കഴിയുകയുള്ളൂ. ആ പ്രോസസ് എന്താണെന്നും അതിന്റെ പിമ്പിലെ രഹസ്യങ്ങളോ അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകതകൾ എന്താണെന്നും നമുക്കൊന്ന് ചിന്തിക്കാം. ഒന്നാമത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മൂർത്തൈലം കൊണ്ടുള്ള ട്രീറ്റ്മെന്റാണ്. നാം തുടക്കത്തിൽ അഭിഷേക തൈലം ഉണ്ടാക്കുന്ന ഭാഗം വായിച്ചപ്പോൾ അവിടെ മൂരെന്ന് പറയുന്ന അരിഞ്ഞ മൂരെന്ന് പറയുന്ന ഒരു വസ്തു ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ മൂരെന്ന് പറയുന്ന വസ്തു അല്പം കയ്പുള്ള വസ്തുവാണ്. മൂരും മാറായും സമാനമായ അർത്ഥങ്ങളുള്ള അല്ലെങ്കിൽ മാറായ എന്ന വാക്കിൽ നിന്ന് തന്നെയാണ് ഈ മൂര് വന്നിരിക്കുന്നത്. നമുക്കറിയാം മാറ കയ്പിന്റെ അനുഭവമാണ്. ഇസ്രായേൽ മക്കൾ മാറായിലെത്തിയപ്പോൾ അവിടുത്തെ വെള്ളം കുടിക്കുവാൻ കഴിയാതെ അത് കയ്പുള്ളതായി തീർന്നു. അവർ ദൈവത്തോട് അല്ലെങ്കിൽ ജനം നിലവിളിച്ചപ്പോൾ മോശയ്ക്ക് ദൈവം ഒരു ആലോചന പറഞ്ഞു കൊടുക്കുകയാണ്. തന്റെ അടുക്കൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു വൃക്ഷത്തിന്റെ കൊമ്പതിലേക്ക് വെട്ടിയെറിയുമ്പോൾ അതിന്റെ കയ്പിന്റെ അനുഭവങ്ങൾ മാറി മധുരകരമായി തീരുമാണ്. അപ്പോൾ മാറ കയ്പിന്റെ അനുഭവമാണ്. ഇനി നവോമി എന്ന് പറയുന്ന സ്ത്രീ ബെത്ലഹേം വിട്ട് മോവാബ് ദേശത്തേക്ക് പോയി തന്റെ ജീവിതം തകർച്ചയിലായിട്ട് മടങ്ങി വരുമ്പോൾ അവൾ പറയുകയാണ്, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കരുത്, നിങ്ങൾ എന്നെ മാറ അല്ലെങ്കിൽ കയ്പ് എന്ന് വിളിക്കാനായിട്ട് പറയുന്നത് കാണുവാൻ നമുക്ക് കഴിയും. അപ്പോൾ നോക്കിയ തിരുവചനത്തിലുടനീളം മാറായെ കാണിക്കുന്നത് കയ്പിന്റെ അനുഭവങ്ങളെയാണ്. ഇവിടെയും ഒരു കയ്പിന്റെ അനുഭവത്തെ തന്നെയാണ് പരിശുദ്ധാത്മാവ് വരച്ച് കാണിക്കുന്നത്. ഇനി നോക്കി, എന്തിനാണ് ഈ മൂര് ഈ തൈലത്തിൽ ചേർക്കുന്നത് അല്ലെങ്കിൽ ഈ മൂര് ഉപയോഗിക്കുന്നത്? സുഗന്ധ തൈലങ്ങൾ സാധാരണ ഉണ്ടാക്കുമ്പോൾ അതിന്റെ സുഗന്ധം നിലനിൽക്കേണ്ടതിന് അല്ലെങ്കിൽ ആ സുഗന്ധത്തിന്റെ ആ ക്വാളിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന് ഉപയോഗിക്കുന്ന ഒരു ഗമ്മാണ് അല്ലെങ്കിൽ ഒരു പശ പോലെയുള്ള വസ്തുവാണ് ഈ മൂരെന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ഈ സൗരഭ്യം ആ തൈലത്തിനകത്ത് നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഈ മൂരെന്ന് പറയുന്നത്. സ്തോത്രം. മൂരില്ലെങ്കിൽ സൗരഭ്യവാസന പെട്ടെന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അധികകാലം നിലനിൽക്കാതെ പെട്ടെന്ന് അതിന്റെ ക്വാളിറ്റി നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിലനിൽക്കുന്ന സൗരഭ്യം വെളിപ്പെടാനാണ് ഈ മൂര് ഉപയോഗിക്കുന്നത്. എന്താണ് അതിന്റെ ആത്മീയാർത്ഥം? നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒരു സൗരഭ്യവാസന നമ്മൾ പുറത്തു വരണമെങ്കിൽ ചിലപ്പോൾ കയ്പേറിയ അനുഭവങ്ങളോട് നമ്മൾ കടന്നു പോകേണ്ടതായിട്ട് വരും. ദൈവമക്കളെ, നിങ്ങളിപ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ ചോദിക്കത്തില്ല, എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ ഇത്രയും കയ്പ്, എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത്രയും പ്രതികൂലം, ഇത്രയും പ്രതിസന്ധി? ദൈവത്തിന്റെ ആത്മാവിൽ നിങ്ങളോട് പറയാനുള്ള ആലോചന ഇതാണ്. നിങ്ങൾ ദൈവസന്നിധി നിലനിൽക്കണമെന്നും നിങ്ങളിൽ വെളിപ്പെട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ സൗരഭ്യവാസന നിത്യതയോളം നിലനിൽക്കണമെന്നും ദൈവത്തിന് ആഗ്രഹവും പദ്ധതിയും ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്രോസസ്സിലൂടെ, നിങ്ങൾ ഈ ട്രീറ്റ്മെന്റിലൂടെ ദൈവം കടത്തിക്കൊണ്ടു പോകുന്നത്. സ്തോത്രം. അഭിഷേകത്തിന് ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട് കേട്ടോ. അഭിഷേകത്തിന് ഒരു പ്രോസസ്സിംഗ് ടൈം ഉണ്ട്. തിരുവചനത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവത്താൽ ഉപയോഗിക്കപ്പെടുകയും അവൻ ദൈവത്തിൽ വിജയിക്കുകയും ചെയ്ത അഭിഷേകന്മാരുടെ എല്ലാം ജീവിതത്തിൽ ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ആളുടെ കാര്യം പറഞ്ഞിട്ട് ഈ ഭാഗത്തേക്ക് തിരിച്ചു വരാം. അത് മറ്റാരുമല്ല, അത് ദാവീദാണ്.
ദാവീദിന്റെ മേൽ അഭിഷേക തൈലം വീണ ഉടനെ ദാവീദ് രാജാവായില്ല. നീണ്ട ഒരു പതിറ്റാണ്ടോളം ദൈവത്തിന്റെ ട്രെയിനിങ് പ്രോസസ്സിലൂടെ, ദൈവം അനുവദിച്ച ചില പ്രതികൂലത്തിലും പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നുപോയ ശേഷമാണ് ദാവീദ് രാജാവ് സിംഹാസനത്തിൽ കയറിയത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദാവീദിന്റെ സിംഹാസനം നിലനിൽക്കുന്ന സിംഹാസനമായി മാറി. അവൻ നിലനിന്ന ഒരു രാജ്യത്വമായി അവന്റെ രാജ്യത്വം മാറ്റപ്പെടാനായിട്ട് ഇടയായിരുന്നു. എന്നാൽ ട്രെയിനിങ് പ്രോസസ്സിലൂടെ ഒന്നും കടന്നു പോകാതെ ഒരു ദിവസം പൊടുന്നനെ രാജാവായ വ്യക്തിയാണ് ശൗൽ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വേഗത്തിൽ അവന്റെ സിംഹാസനം നഷ്ടപ്പെട്ടു, വേഗത്തിൽ അവന്റെ അഭിഷേകം നഷ്ടപ്പെട്ടു പോയി, വേഗത്തിൽ അവന്റെ രാജ്യത്വം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അവൻ ദീർഘകാലമായി പ്രതിസന്ധിയിലൂടെയും പ്രതികൂലത്തിലൂടെയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം നിങ്ങൾ കണ്ടിരിക്കുന്നത് നിലനിൽക്കുന്ന ഒരു അഭിഷേകത്തിന്റെ സൗരഭ്യവാസനയാണ്. നിങ്ങൾ ദൈവസന്നിധി നിലനിൽക്കണമെന്നും നിങ്ങൾ നിത്യതയോളം എത്തണമെന്നും നിങ്ങളുടെ തലമുറകൾ നിത്യതയോളം നിലനിൽക്കണമെന്നും ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവം ചിലപ്പോൾ കൈപ്പ് അനുവദിച്ചു വരും, ദൈവം ചിലപ്പോൾ പീഡനങ്ങൾ അനുവദിച്ചു വരും, ദൈവം ചിലപ്പോൾ കഷ്ടത അനുവദിച്ചു വരും. പക്ഷേ ഭയപ്പെടേണ്ട, നിരാശപ്പെട്ടു പോകണ്ട, പിന്തിരിഞ്ഞു പോകണ്ട, തളർന്നു പോകണ്ട. ഇത് നിന്നെ നിലനിർത്താനുള്ള ശോധനയാണ്. ഈ അഭിഷേകത്തിനകത്തും ഒരു കൈപ്പിന്റെ അനുഭവം ഉണ്ടെന്ന് ഇന്ന് പകൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിന്റെ നിലനിൽപ്പിനാണെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നോക്കിയേ, മൂര് സൗരഭ്യവാസനയെ നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്. ഇനി ഈ മൂരിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. റഫായിട്ടുള്ള സ്കിന്നുണ്ട് അല്ലേ, വരണ്ടതും പൊരിഞ്ഞതുമായിട്ടുള്ള സ്കിന്നുണ്ട്. ഒരു രാജ്ഞിയാകുമ്പോൾ അങ്ങനെയുള്ള സ്കിൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചർമ്മം കാണാൻ പാടില്ല. സപ്പിളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ മൃദുവായിട്ടുള്ള വളരെ ലോലമായ ഒരു സ്കിന്നായിട്ട് രാജ്ഞിയുടെ അല്ലെങ്കിൽ രാജകുമാരിയുടെ സ്കിൻ മാറ്റപ്പെടണം. സോ ആ ഒരു അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ആ ഒരു അനുഭവത്തിലേക്ക് മാറ്റപ്പെടണമെങ്കിൽ ഈ മൂർ തൈലം കൊണ്ടുള്ള ഒരു ശുദ്ധീകരണ സമയമുണ്ട്, അല്ലെങ്കിൽ ആ മൂർ തൈലത്തിൽ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രോസസ് ഉണ്ട്. ദീർഘകാലം അല്ലെങ്കിൽ 6 മാസത്തോളം ഈ മൂർ തൈലത്തിന്റെ ട്രീറ്റ്മെന്റിലൂടെ കടന്നു പോകുമ്പോൾ എത്ര വരണ്ട സ്കിൻ ആയിക്കൊള്ളട്ടെ, എത്ര ചൊറിയുള്ള സ്കിൻ ആയിക്കൊള്ളട്ടെ, എത്ര ചുരമുള്ള സ്കിൻ ആയിക്കൊള്ളട്ടെ, എത്ര മോശമായ സ്കിൻ ആയിക്കൊള്ളട്ടെ, അത് മൃദുത്വമുള്ള ഒരു സ്കിന്നായി മാറും. അത് രാജാവ് ഇഷ്ടപ്പെടുന്ന ഒരു സ്കിന്നായി മാറും. എന്താണ് ഇതിന്റെ ആത്മീക ചിന്ത? നമ്മുടെ എല്ലാം ഉള്ളിൽ ജഡത്തിൻ്റെതായ ഒത്തിരി അഴുക്കുകളും ഒത്തിരി പ്രവർത്തികളുമുണ്ട്. എന്നാൽ അതെല്ലാം മാറി ദൈവം ഇഷ്ടപ്പെടുന്ന രാജാവും കർത്താവുമായ സഭയുടെ കാന്തനായ ആത്മമണോളനായ യേശു കർത്താവ് നമ്മെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ ആ ജഡത്തിന്റെ അഴുക്കുകളെല്ലാം മാറണം, ജഡത്തിന്റെ പാപപ്രവർത്തികളെല്ലാം മാറണം, ജഡത്തിന്റെ പ്രവർത്തികളെല്ലാം മാറി നമ്മൾ ആത്മാവിന്റെ ഫലമുള്ളവരായി മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മാത്രമേ മഹാരാജാവിന് നമ്മെ ഇഷ്ടപ്പെടത്തുള്ളൂ, മഹാരാജാവിന്റെ സന്നിധിയിലേക്ക് നമ്മെ ചേർക്കുകയുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ അതാണ്. ഒരു ദിവസം കാഹളം ധ്വനിക്കും, നാം ഇവിടെ നിന്ന് എടുക്കപ്പെടും, നാം രാജാവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്നുള്ള പ്രത്യാശയിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ രാജാവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജഡത്തിൻ്റെതായ എല്ലാ ബലഹീനതകളും മാറി, എല്ലാ മോശാവസ്ഥകളും മാറി അവൻ ദൈവം ഇഷ്ടപ്പെടുന്ന അനുഭവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുഭവത്തെ പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ എന്തിനാണ് മൂരിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ കൈപ്പിന്റെ ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ, പീഡനത്തിന്റെ ട്രീറ്റ്മെന്റ് എന്ന് ചോദിച്ചാൽ, സ്തോത്രം, നമ്മിലുള്ള ജഡത്തിൻ്റെതായ എല്ലാ അഴുക്കും മാറി, ജഡത്തിന്റെ എല്ലാ ദോഷവശങ്ങളും മാറി രാജാവ് ഇഷ്ടപ്പെടുന്ന അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളും മാറ്റപ്പെടണമെന്നുള്ളത് കൊണ്ട് സ്തോത്രം. അപ്പോൾ മൂരിന്റെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട് 6 മാസം. അടുത്ത 6 മാസം എന്ന് പറയുന്നത് സുഗന്ധവർഗ്ഗങ്ങൾ കൊണ്ടുള്ള 6 മാസത്തെ ട്രീറ്റ്മെന്റ് ആണ്. അത് എന്തൊക്കെയാണെന്ന് അവിടെ വിശദീകരിച്ചില്ല. പക്ഷേ ഞാൻ അതിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചപ്പോൾ ഈ അവിടെ വന്നിരിക്കുന്ന ഒത്തിരി യുവതികളുണ്ട്. അവരെല്ലാം വ്യത്യസ്തമായ പശ്ചാത്തലത്തിലും വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്നും വന്നവരാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ സ്കിൻ ടോൺസ് ഉണ്ട്, സ്കിന്നിന്റെ നിറമുണ്ട്, സ്കിന്നിന്റെ ഓർഡർ ഉണ്ട്, അല്ലെങ്കിൽ തൊലിയുടെ ഗന്ധമുണ്ട്, ചർമ്മത്തിന്റെ ഗന്ധമുണ്ട്. നമുക്കെല്ലാം ഉണ്ട് അല്ലേ? ഓരോ വ്യക്തികൾക്കും ഓരോ ഗന്ധമാണുള്ളത്. പക്ഷേ ആ ഗന്ധം കൊണ്ടൊന്നും രാജാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നില്ലാൻ ഒക്കുകയില്ല. രാജകീയമായ ഒരു അറോമയുണ്ട്, രാജകീയമായ ഒരു സൗരഭ്യവാസനയുണ്ട്. ആ ഒരു അനുഭവത്തിൽ എത്താതെ വേണം ആർക്കും രാജാവിന്റെ സന്നിധിയിൽ എത്തപ്പെടാനായിട്ട് കഴിയത്തില്ല. സോ ആ ഒരു അനുഭവത്തിലേക്ക് എത്തപ്പെടണമെങ്കിൽ പ്രത്യേകമായി നിർമ്മിച്ച് ഒരുക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ അപ്പോത്തിക്കരികളാൽ ഉണ്ടാക്കിയെടുക്കുന്ന ചില പ്രത്യേകമായ സുഗന്ധവർഗ്ഗത്തിന്റെ ട്രീറ്റ്മെന്റിലൂടെ അവർ കടന്നുപോയെങ്കിൽ മാത്രമേ അവരുടെ ശരീരത്തിന്റെ ബാഡ് ഓർഡേഴ്സ് മാറി അല്ലെങ്കിൽ ആ മോശമായ ദുർഗന്ധമൊക്കെ മാറി രാജാവ് ഇഷ്ടപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് അവർ മാറ്റപ്പെടത്തുള്ളൂ. എന്താ ഇതിന്റെ ആത്മീക ചിന്ത? നമുക്കൊക്കെയും പാരമ്പര്യമായ പല സ്വഭാവങ്ങളുണ്ട്, വ്യത്യസ്തമായ പല അനുഭവങ്ങളുണ്ട്. നമ്മുടെ പിതാക്കന്മാരിൽ നിന്നും മാതാക്കളിൽ നിന്നും ഒക്കെ പകർന്നു കിട്ടിയ ഒത്തിരി മോശം അനുഭവങ്ങളും നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും രാജാവിന് മുമ്പിൽ കടന്നില്ലാൻ ഒക്കത്തില്ല. നമുക്കെല്ലാം സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെട്ട് വരണം. പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് ഞാൻ നിങ്ങളും അനുരൂപപ്പെടാനാണ്. ക്രിസ്തു ഇഷ്ടപ്പെടുന്ന ആ ഒരു സൗരഭ്യവാസനയിലേക്ക് ഞാൻ നിങ്ങളും മാറ്റപ്പെടേണ്ടതാണ്. ആ ഒരു അനുഭവത്തിൽ എത്തപ്പെടാത്ത ഒരാൾക്കും രാജാവിന്റെ പ്രീതിക്ക് പാത്രീഭൂതയായി തീരാൻ അല്ലെങ്കിൽ രാജാവിന്റെ ഇഷ്ടത്തിന് പാത്രീഭൂതയായി തീരാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ രാജാവിനെ ആകർഷിക്കുന്ന, രാജാവിന് ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതാനുഭവങ്ങൾ മാറ്റപ്പെടണമെങ്കിൽ ചില സാഹചര്യങ്ങളിലൂടെ ദൈവം അനുവദിക്കുന്ന ചില പ്രത്യേക അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരും. ഞാൻ അതൊന്നും വിശദീകരിക്കാം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഓരോ സ്ത്രീകൾക്കും ഓരോ സ്മെല്ലാണ്, ഓരോ ശരീരപ്രകൃതിയാണ്, ഓരോ കളറാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള ഒരു സുഗന്ധക്കൂട്ടാണ് അവിടെയുള്ള ആളുകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീക്ക് ഉണ്ടാക്കുന്ന കൂട്ടല്ലായിരിക്കും മറ്റൊരു സ്ത്രീക്ക് ഉണ്ടാക്കുന്നത്, മറ്റൊരു സ്ത്രീക്ക് ഉണ്ടാക്കുന്ന കൂട്ടല്ലായിരിക്കും വേറൊരു സ്ത്രീക്ക് ഉണ്ടാക്കുന്നത്. ഓരോരുത്തരുടെയും ശരീരത്തിന്റെ പ്രകൃതിക്കനുസരിച്ച്, അവരുടെ നിറത്തിനനുസരിച്ച്, വ്യത്യാസങ്ങൾക്കനുസരിച്ച് അവർക്ക് അനുയോജ്യമായ ഒരു സുഗന്ധവർഗ്ഗ കൂട്ടാണ് അവിടെ നിർമ്മിക്കുന്നത്. സ്തോത്രം. ഞാൻ അതുമായി ബന്ധപ്പെട്ട ആത്മീയ ചിന്ത പറയാം. നമ്മളിൽ പലർക്കും പല അനുഭവങ്ങളാണ് ദൈവാത്മാവ് നൽകുന്നത്, പല സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിക്കൊണ്ട് പോകുന്നത്. എന്റെ അനുഭവം അല്ലായിരിക്കാം നിങ്ങൾക്ക് ദൈവം തരുന്നത്, നിങ്ങളുടെ അനുഭവം അല്ലായിരിക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ദൈവം തരുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ദൈവത്തിന്റെ ആത്മാവ് നൽകുന്നത്. എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടേതായ ചില ബാഹ്യമായ അല്ലെങ്കിൽ ആന്തരികമായ ചില പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം മാറി ദൈവം ഇഷ്ടപ്പെടുന്ന, ദൈവം പ്രസാദിക്കുന്ന ആ സൗരഭ്യവാസനയുടെ അനുഭവത്തിലേക്ക് ഞാൻ നിങ്ങളും മാറ്റപ്പെടണം. അപ്പോൾ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ പ്രതിസന്ധികൾ, വ്യത്യസ്തമായ പ്രതികൂലങ്ങൾ എന്ന് ചോദിച്ചാൽ ആ രാജാവ് ഇഷ്ടപ്പെടുന്ന അനുഭവങ്ങളിലേക്ക് ഞാൻ നിങ്ങളും മാറ്റപ്പെടണം എന്നുള്ളത് കൊണ്ടാണ്. സ്തോത്രം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകളോ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശോധനകളോ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന നിന്ദകളോ പരിഹാസങ്ങളോ, ദൈവം അനുവദിക്കുന്ന പ്രതികൂലങ്ങളോ ഒന്നും നമ്മെ തകർക്കാനല്ല, രാജാവ് ഇഷ്ടപ്പെടുന്ന അനുഭവത്തിലേക്ക് നമ്മളെ മാറ്റിയെടുക്കാനുള്ള ദൈവത്തിന്റെ ട്രെയിനിങ് പ്രോസസ് ആണെന്ന് മനസ്സിലാക്കി അതോർത്ത് ഇന്ന് പകൽ ദൈവത്തിന് നാം സ്തോത്രം ചെയ്യണം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, പൗലോസ് പറഞ്ഞതുപോലെ, നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന നാം കടന്നു പോകുന്ന എല്ലാ മേഖലയിലും ദൈവത്തിന് സൗരഭ്യവാസനയായി തീരണം എന്നുള്ളത്. അപ്പോൾ ഒന്നാമതായി നാം ദൈവത്തിന് സൗരഭ്യവാസനയായി തീരണം. ദൈവത്തിന് സൗരഭ്യവാസനയായി തീരണമെങ്കിൽ ദൈവം അനുവദിക്കുന്ന ആ ട്രീറ്റ്മെന്റിലൂടെ, ആ പ്രോസസ്സിലൂടെ, പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഒരുക്കിയെടുക്കുന്ന ആ പ്രോസസ്സിലൂടെ പോകാനായിട്ട് നാം സമ്മതിച്ചു കൊടുക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അങ്ങനെ ഒരു അനുഭവത്തിൽ സമ്മതിച്ചു കൊടുത്തതുകൊണ്ടാണ് നമ്മുടെ മേൽ ആത്മപകർച്ച വെളിപ്പെട്ടത്. ഞാനൊന്നും വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നിലനിൽക്കുന്ന ഒരു അഭിഷേകം, നിലനിൽക്കുന്ന ഒരു സൗരഭ്യവാസന, പരിശുദ്ധാത്മാവിന്റെ നിലനിൽക്കുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ പ്രാപിച്ചത് നഷ്ടമാക്കി കളയാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല.
കാരണം അത് വിലയേറിയതാണ്. നമ്മെ വിലയേറിയതായി കണ്ടതുകൊണ്ടാണ് നമ്മുടെ മേൽ അഭിഷേകം ദൈവം പകർന്നത്. അത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദൈവം ദുഃഖിക്കുന്നതായിട്ട് തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയും. ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കിയത് ദൈവം സന്തോഷത്തോടെയല്ല, യഹോവ അനുദപിച്ചു, അല്ലെങ്കിൽ യഹോവ ദുഃഖിച്ചു എന്നാണ് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മുടെ മേലും ദൈവം പകർന്ന അഭിഷേകത്തെ നാം വ്യർത്ഥമാക്കി കളയുമ്പോൾ, നഷ്ടമാക്കി കളയുമ്പോൾ യഹോവയായി ദൈവം ദുഃഖിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ നിലനിൽക്കുന്ന ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വരണം. ഞാൻ ഭാഗത്തേക്ക് വരികയാണ്. നോക്കി, നമ്മളിൽ നിലനിൽക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടേണ്ടതിനാണ് യേശു കർത്താവ് ഈ കഷ്ടത സഹിച്ചത്. എവിടെയാണ് കഷ്ടത ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ അത് ഗെത്സമനയിലാണ് ആരംഭിച്ചത്. ഗെത്സമന എന്ന വാക്ക് രണ്ട് വാക്കുകൾ ചേർന്നാണ് ഉണ്ടായത്. ഗത്ത് അധികം ശമൻ. ഗത്ത് എന്ന വാക്കിന്റെ അർത്ഥം ചക്കെന്നാണ്. ശമൻ എന്ന വാക്കിന്റെ അർത്ഥം എണ്ണ എന്നാണ്. സോ ഗെത്സമന എന്ന വാക്കിന്റെ പൂർണ്ണാർത്ഥം അതൊരു എണ്ണച്ചക്കാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പാകമായ ഒലിവ് കായ്കൾ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് ഒരു ചക്കിലേക്ക് വെക്കും. അതിന്റെ പുറത്തേക്ക് ഭാരമുള്ള ഒരു കല്ല് കയറ്റി നീക്കി കഴിയുമ്പോൾ ഈ ഒലിവ് കായ്ക്കകത്തുള്ള എണ്ണ ഓരോ തുള്ളികളായിട്ട് അവസാന തുള്ളി വരെയും പുറത്തു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ഇതുപോലെ ഒരു അനുഭവത്തിലൂടെ അവിടെ കടന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. തന്റെ ഹൃദയം ആദി ദുഃഖത്താൽ ഭാരമായി തീർന്നു നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. പാപത്തിന്റെ ആ വലിയ തിരികല്ല് സ്വർഗ്ഗത്തിലെ പിതാവ് ആ പുത്രന്റെ മേൽ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ തന്റെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികൾ പോലെ പുറത്തേക്ക് വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പൊ ഗെത്സമന എന്ന എണ്ണച്ചക്കിൽ ദൈവപുത്രനായ ക്രിസ്തു തകർന്ന് ചതയപ്പെടുന്ന ഒരു അനുഭവം വെളിപ്പെട്ടതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ മുന്നോട്ടുള്ള അനുഭവങ്ങൾ വെളിപ്പെട്ടതുകൊണ്ടാണ്, ഗോൽഗോഥയിലും ഗബതയിലും ഒക്കെ തകർക്കപ്പെടുകയും ഉടയ്ക്കപ്പെടുകയും ചെയ്തതുകൊണ്ടാണ് നമ്മുടെ മേൽ ആത്മപകർച്ച വന്നത്. സ്തോത്രം. പഴയ നിയമത്തിലെല്ലാം നാം പരിശോധിക്കുമ്പോൾ യഹോവയുടെ ആത്മാവിന്റെ മേൽ വന്നു ഒരു പ്രത്യേക ഉദ്ദേശത്തിനായി വന്നു പോകുന്ന ഒരു അനുഭവമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വന്നും പോയി നിൽക്കുന്ന അനുഭവമല്ല, എന്നേക്കും നമ്മോട് കൂടി ഇരിക്കേണ്ടതാണ് കാര്യസ്ഥനെ നമ്മുടെ മേൽ അയച്ചത്. സോ എന്നേക്കും നിലനിൽക്കുന്ന ആ ഒരു അനുഭവം നമുക്ക് നൽകാനായിട്ട് യേശു കർത്താവ് പേ ചെയ്ത പ്രൈസ് അത് വലിയതാണ്. യേശു കർത്താവ് കൊടുത്ത വില എന്ന് പറയുന്നത് അത് ഏറ്റവും മഹത്വകരമായ ഒന്നാണ്. സോ ഗെത്സമനയിൽ യേശു കർത്താവ് തകർന്നപ്പോൾ, യേശു കർത്താവ് ഉടഞ്ഞപ്പോൾ നിലനിൽക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പകർച്ച നമ്മിലേക്ക് വെളിപ്പെട്ടു വന്നു. ഇനി ഒന്ന് നോക്കി, ഈ എണ്ണയുടെ ഉപയോഗം എന്താണ്? എണ്ണ സാധാരണ ഉപയോഗിക്കുന്നത്, അക്കാലത്ത് ഉപയോഗിക്കുന്നത് രോഗികളുടെ മേൽ പുരട്ടേണ്ടത്, അല്ലെങ്കിൽ രോഗങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടിയാണ് എണ്ണ ഉപയോഗിക്കുന്നത്. മറ്റൊന്ന് വിളക്കുകൾ കത്തിക്കേണ്ടതിന് എണ്ണ ഉപയോഗിക്കും. മറ്റൊന്ന് ആനന്ദ തൈലമായിട്ട് ഇത് ഉപയോഗിക്കും. അഭിഷേകത്തിന്റെ സമയത്ത് ഇത് ആനന്ദ തൈലമായിട്ട് ഉപയോഗിക്കും. മറ്റൊന്ന് ഇത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടേണ്ടതിനായിട്ട് ഉപയോഗിക്കും. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആട് പറയുകയാണ്, ഇടയനായവൻ എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്തിനാണ്? ബാഹ്യമായ പ്രാണികളിൽ നിന്നോ ജീവികളിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ. സോ ഇത് സംരക്ഷണത്തിന്റെ എണ്ണയാണ്. പ്രിയ ദൈവമക്കളെ, ഞാനതിനെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ നിലനിൽക്കുന്ന അനുഭവം ദൈവം തന്നപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ രോഗങ്ങളുടെ സൗഖ്യം, നമ്മുടെ ജീവിതത്തിൽ ആനന്ദം പകരേണ്ടതിന്, നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകരേണ്ടതിന്, നമ്മുടെ ജീവിതത്തിൽ സംരക്ഷണം പകരേണ്ടതിന് കൂടിയാണ് പരിശുദ്ധാത്മാവിന്റെ ഈ പകർച്ച നമ്മിലേക്ക് വെളിപ്പെട്ടു വന്നത്. സോ ഇത് നമ്മുടെ ജീവിതത്തിൽ ആനന്ദം. പ്രിയ ദൈവമക്കളെ, ഞാനതിനെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മിൽ പരിശുദ്ധാത്മാവിന്റെ നിലനിൽക്കുന്ന അനുഭവം ദൈവം തന്നപ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ രോഗങ്ങളുടെ സൗഖ്യം, നമ്മുടെ ജീവിതത്തിൽ ആനന്ദം പകരേണ്ടതിന്, നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകരേണ്ടതിന്, നമ്മുടെ ജീവിതത്തിൽ സംരക്ഷണം പകരേണ്ടതിന് കൂടിയാണ് പരിശുദ്ധാത്മാവിന്റെ ഈ പകർച്ച നമ്മിലേക്ക് വെളിപ്പെട്ടു വന്നത്. സോ ഇത് ഇത് സിമ്പിളായിട്ട് നിങ്ങൾ കരുതരുത്. ഇതിന് പിമ്പിൽ വില കൊടുത്ത ഒരുവനുണ്ട്, ഇതിന് പിമ്പിൽ കഷ്ടം അനുഭവിച്ച ഒരുവനുണ്ട്, ഇതിന് പിമ്പിൽ ത്യാഗം അനുഭവിച്ച ഒരുവനുണ്ട്. അവൻ ആ തിരികല്ലിൽ അമർന്നപ്പോഴാണ്, അല്ലെങ്കിൽ അവൻ ആ ഭാരം ഏറ്റെടുത്തപ്പോഴാണ് അവനിൽ നിന്നും ഈ ആത്മപകർച്ചയുടെ സമ്മാനമായി നമ്മിലേക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെട്ട് വന്നത്. സോ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലും ഗെത്സമനയിലും ഒക്കെ തകർക്കപ്പെട്ടതിന്റെ റിസൾട്ടാണ് എൻ്റെ മേലും നിങ്ങളുടെ മേലും പകരപ്പെട്ടിരിക്കുന്ന ഈ അഭിഷേകം എന്ന് പറയുന്നത്. അത് നിലനിന്ന് കാണാൻ സ്വർഗ്ഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അത് നിലനിർത്തുക എന്നുള്ള ഉത്തരവാദിത്തം നമ്മുടെ ഓരോരുത്തരുടെയുമാണ്. സോ ആ നിലനിൽക്കണമെങ്കിൽ ദൈവം അനുവദിക്കുന്ന പ്രതിസന്ധിക്കകത്തും പ്രതികൂലത്തിനകത്തും നാം മിണ്ടാതെ ഇരിക്കണം. അതിന് വിധേയരായി യേശു കർത്താവ് പറഞ്ഞതുപോലെ, കർത്താവേ പിതാവേ, എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞതുപോലെ ഞാൻ നിങ്ങളും ദൈവകരങ്ങളിൽ നിന്ന് സമർപ്പിക്കുമ്പോൾ, ആ ദൈവം ഏൽപ്പിച്ചു തന്ന പ്രോസസ്സിനകത്ത് അനുസരണത്തോടെ വിധേയപ്പെടാൻ തയ്യാറാകുമ്പോൾ നമ്മളിലുള്ള അഭിഷേകം നിലനിൽക്കാനായിട്ട് ഇടയായിത്തീരും. നാം ദൈവം ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ രാജാതി രാജാവ് ഇഷ്ടപ്പെടുന്ന അനുഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും. ഒരു ഭാവം പറഞ്ഞാൽ ഇങ്ങനെ അവസാനിപ്പിക്കാം. ഈ ട്രീറ്റ്മെന്റിന്റെ എല്ലാം റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ അനുഭവങ്ങൾ മാറി രാജാവ് ഇഷ്ടപ്പെടുന്ന അനുഭവമായി മാറണമെന്നല്ലേ? അങ്ങനെയെങ്കിൽ തിരുവചനം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയുണ്ട്, ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. പിന്നെ ആർക്കാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? ആത്മസ്വഭാവമുള്ളവനാണ്, അല്ലെങ്കിൽ ആത്മാവിന്റെ സൗരഭ്യവാസന വെളിപ്പെടുന്നവനും മാത്രമേ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മിൽ പകർന്ന അഭിഷേകത്തിന് ഇങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. നമ്മുടെ ജഡസ്വഭാവങ്ങളെ മാറ്റി, നമ്മുടെ ജഡികമായ ഇച്ഛകളെ മാറ്റി, നമ്മുടെ ജഡികമായ അഭിലാഷങ്ങളെ മാറ്റി, ജഡികമായ കുറവുകളെ മാറ്റി, ജഡത്തിന്റെ പ്രവൃത്തികളെ മാറ്റി ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായി, രാജാവിന് ഇഷ്ടപ്പെടുന്ന, രാജാവ് പ്രിയപ്പെടുന്നവരായി ഞാൻ നിങ്ങൾ മാറണമെന്നുള്ളതാണ്. സ്തോത്രം. എങ്കിൽ മാത്രമേ നമുക്ക് രാജാവിനോടൊത്ത് നിത്യം വസിക്കാനായിട്ട് കഴിയത്തുള്ളൂ. സ്തോത്രം. നമ്മുടെ ലക്ഷ്യം അതല്ലേ? നിത്യതയിൽ പോകണമെന്നുള്ളതല്ലേ? രാജാതി രാജാവും കർത്താതി കർത്താവുമായ യേശുവിനോടൊപ്പം അനന്തകാലം വാഴണമെന്നുള്ളതല്ലേ? സ്തോത്രം. ദൈവത്തിന്റെ ആഗ്രഹം എപ്പോഴും മനുഷ്യരോട് വസിക്കണമെന്ന തിരുവചനം ഉടനീളം പഠിക്കുമ്പോൾ നമുക്കത് കാണാനായിട്ട് കഴിയും. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് മനുഷ്യനോടുകൂടെ വസിക്കാനായിട്ട്. പക്ഷേ പാപം ചെയ്ത മനുഷ്യൻ ആ തേജസ് നഷ്ടപ്പെടുത്തി ദൈവത്തിൽ നിന്ന് അകന്നുപോയി. പക്ഷേ അവിടെയും ദൈവസ്നേഹം അവനെ തേടി വരികയാണ്. ആ മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിന്റെ പദ്ധതിയെ ദൈവം ഏതെങ്കിലും വെളിപ്പെടുത്തുകയാണ്. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തലയെ തകർക്കും. തുടർന്ന് അനന്തരം തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ മക്കളുടെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വന്നിട്ട് പറയുക, ഞാൻ എൻ്റെ ജനത്തിന്റെ നടുവിൽ വസിക്കേണ്ടതിന് അവർ എനിക്കൊരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണം. അവിടെയും ദൈവത്തിന്റെ ആഗ്രഹം ഈ മനുഷ്യനോടുകൂടെ വസിക്കണം എന്നുള്ളതാണ്. തുടർന്ന് അങ്ങോട്ട് പഠിക്കുമ്പോൾ സമാഗമന കൂടാരത്തിൽ വസിച്ച ദൈവ സാന്നിധ്യം ശലോമോൻ നിർമ്മിച്ച ദൈവാലയത്തിലേക്ക് മാറി. അവിടെ നിന്ന് മുന്നോട്ട് പഠിക്കുമ്പോൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ ആലയത്തിലല്ല ദൈവ സാന്നിധ്യം വസിച്ചത്, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. യേശുവിന്റെ ക്രൂശീകരണത്തിന് ശേഷം നമ്മുടെ ഇടയിലല്ല പാർത്തത്, നമ്മുടെ ഉള്ളിൽ പാർക്കുന്നു. ഇപ്പോൾ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ മന്ദിരമായ നമ്മിൽ ഓരോരുത്തരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. എന്തിനാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നതെന്ന് ചോദിച്ചാൽ, അനന്തകാല നിത്യത ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ട്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ വാസം, എന്നെ നിങ്ങളെ ദൈവത്തോട് വസിപ്പിക്കുക എന്നുള്ളൊരു
ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. ആ പദ്ധതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ, ആ പദ്ധതിയിലേക്ക് നമ്മെ ഒരുക്കിയെടുക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മൾ ചെയ്തെടുക്കാനുള്ള ഏറ്റവും വലിയ പദ്ധതി എന്നുള്ളത് തിരിച്ചറിഞ്ഞ് മഹത്വകരമായ പദ്ധതിക്കായി ഇന്ന് പകൽ ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന് സഭയാകുന്ന മണവാട്ടിയുടെ മേലുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് തന്റെ കാന്തനായ ക്രിസ്തു ഇഷ്ടപ്പെടുന്ന കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ തനിക്ക് തന്നെ ശുദ്ധയും നിഷ്കളങ്കയുമായി പിതാവാം ദൈവത്തിന്, പുത്രനാം ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന മണവാട്ടിയായി സഭയെ ഒരുക്കുക എന്നുള്ളതാണ്. സോ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ പകർന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം നമ്മെ കർത്താവിന്റെ വരവിനായി ഒരുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിന്റെ അച്ചാരം കൊണ്ട് എന്നെ നിങ്ങളെ മുദ്ര വെച്ചിരിക്കുന്നത്. ഇന്ന് പകൽ ഇത് തിരിച്ചറിയുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യുദ്ധത്തിൽ ആളുകളെ കീഴടക്കുന്നതോ രാജ്യങ്ങളെ പിടിച്ചടക്കുന്നതോ നന്മ നേടിയെടുക്കുന്നതോ ശത്രുവിനെ പരാജയപ്പെടുന്നതോ അതൊക്കെ നല്ല കാര്യമാണ്. അഭിഷേകത്തിന്റെ ക്വാളിറ്റിക്കകത്ത് ഇതെല്ലാം ഉണ്ട്. പക്ഷേ ആത്യന്തികമായി എന്നിലും നിങ്ങളിലും അഭിഷേകത്തിന്റെ ശക്തി ദൈവം പകർന്നതിന് പിന്നിലെ ആത്യന്തികമായ ഉദ്ദേശം ആ ക്രിസ്തുവാകുന്ന മണവാളിന് കൊള്ളാകുന്നവനായി, ആ ക്രിസ്തുവാകുന്ന രാജാവിന് കൊള്ളാകുന്ന രാജ്ഞിയായി സഭയെയും എന്നെയും നിങ്ങളെയും മാറ്റുക എന്നുള്ളതാണ്. സ്തോത്രം. അത് തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം. സോ നിലനിൽക്കുന്ന അഭിഷേകത്തിന്റെ സൗരഭ്യവാസന നമ്മിൽ നിന്ന് പുറത്തു വരട്ടെ. ആമേൻ. കുഷ്ഠരോഗിയ ശീമോന്റെ വീട്ടിൽ പരിമള തൈലത്താൽ ആമേൻ നിമജ്ഞനായി തീർന്ന യേശു ക്രിസ്തു ആ യെരുശലേമിന്റെ തെരുവീതിയിലും മാളികമുറിയിലും ആമേൻ സ്തോത്രം ഗതസമനയിലും ഗബത്തയിലും ഗോൽഗോഥയിലും എല്ലാം തന്നിൽ പറഞ്ഞ അഭിഷേകത്തിന്റെ സൗരഭ്യവാസനെ വെളിപ്പെടുത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയിലും താഴ്ചയിലും വേദനയിലും മരണത്തിന്റെ താഴ്വരയിലും ആ സൗരഭ്യവാസന പരത്താൻ സർവ്വശക്തനായ ദൈവം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ സർവ്വശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.